ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ്. അപ്പോൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പം ഞാൻ വർഷങ്ങൾ പഴക്കമുള്ള മിക്സിയാണിത്. അപ്പം ഏകദേശം ഒരു 13 വർഷമെങ്കിലും പഴക്കം ചെന്ന മിക്സിയാണ്. അതിപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. പുതിയ മിക്സി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് പഴയത് വൃത്തിയാക്കി എടുക്കുന്നതാണല്ലോ ഒരു സന്തോഷം. അപ്പോൾ നമുക്ക് അതിനായിട്ട് ഞാൻ മുട്ടത്തോട് പൊടിച്ചതാണ്. അപ്പോൾ അതിനകത്തോട്ട് 1/2 ടീസ്പൂൺ അളവിൽ നമുക്ക് ബേക്കിംഗ് സോഡ, ഞാൻ ഈ മുട്ടത്തോട് പൊടിക്കുന്ന വീഡിയോ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ അതിനകത്തോട്ട് വാടിയ നമ്മളെ കയ്യിലുള്ള നാരങ്ങയില്ലേ, അത് വെച്ചാണ് ഞാനതൊന്ന് തേച്ച് കൊടുക്കാൻ വേണ്ടി എടുത്തത്. മിക്സിയൊക്കെ ഒന്ന് തേച്ച് കൊടുക്കാൻ വേണ്ടി നാരങ്ങ എടുത്ത്, പിന്നെ കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ അളവിൽ വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പഴയ മിക്സി വൃത്തിയാക്കുന്നത് കൊണ്ടാണ് ഇത്രയും സാധനങ്ങൾ എടുത്തത്. അതല്ല എങ്കിൽ നമുക്ക് പുതിയ മിക്സിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നതിന് വിനാഗിരിയും സോഡാപ്പൊടിയും മാത്രം മതി. ഇതിപ്പം മുട്ടത്തോടും കൂടെ ആകുമ്പോഴത്തേനും നല്ലോണം നമുക്ക് തേച്ച് ഉരച്ചെടുക്കാൻ പറ്റും. അപ്പം നമുക്ക് തേച്ച് നോക്കാം എന്തുമാത്രം ഇത് ക്ലീൻ ആവുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ നാരങ്ങയുടെ ആ തോട് വെച്ചൊന്ന് തേച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കതെല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ് ഇത് തേച്ച് വെച്ചേക്കണം. അപ്പോൾ അതെല്ലാം ആ കരിമ്പുള്ളിയൊക്കെ അടിച്ച് സ്ക്രാച്ച് വീണ് ആകെ ഇതായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പഴയത് വൃത്തിയാക്കി എടുക്കുന്നതാണല്ലോ ഒരു സന്തോഷം പുതിയതിനേക്കാളും. അപ്പം ഇത് മിക്സിക്ക് നേരെ കുഴപ്പമൊന്നുമില്ല. ജാറൊക്കെ അതിൻ്റെ കംപ്ലൈൻ്റായി മാറിയിട്ടുണ്ടെങ്കിലും മിക്സിക്ക് ഒരു കുഴപ്പവുമില്ല. അപ്പോൾ നമുക്ക് ഇതൊന്ന് വെളുപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതേപോലെ ഞാൻ എല്ലായിടത്തും ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തേക്കുമ്പം തന്നെ നമുക്ക് കുറേയൊക്കെ അതിൻ്റെ വെളുത്ത് കിട്ടുന്നുണ്ട്. പിന്നെ ആ കരിമ്പുള്ളി അടിച്ച ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, സ്ക്രാച്ച് വീണ് ആ കറുത്ത ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ പോകാനുള്ള ഇച്ചിരി പാട്. അപ്പോൾ നമുക്ക് അതിനകത്തൊക്കെ ബ്രഷ് വെച്ചൊന്ന് തൊട്ട് തേച്ച് കൊടുക്കാം. അപ്പോൾ ഇടവിലൊക്കെ ഇരിക്കുന്ന അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടും. നാരങ്ങത്തോടും അതേപോലെ തന്നെ നമ്മുടെ മുട്ടത്തോടും പൊടിച്ചതും നല്ല സൂപ്പറാണ്. ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കുമ്പോൾ തന്നെ കണ്ടോ അഴുക്കളകുന്ന. ഒത്തിരി വർഷമായ മിക്സി ആണെങ്കിലും നമുക്ക് നല്ലോണം ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നല്ലവണ്ണം തൊണ്ട വെളുത്ത് കിട്ടുന്നുണ്ട്. അതിനകത്തൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുക. ഇനി തൊണ്ട നമ്മൾ പിന്നെ വെള്ളം അതിൽ നിന്ന് പോകുന്ന ഭാഗം ഉണ്ടല്ലോ ബാക്ക്, അവിടെയൊക്കെ ബ്രഷ് വെച്ചൊന്ന് തേച്ച് കൊടുക്കുക. ഇനി നമുക്ക് പഴയ തുണി വെച്ചൊന്ന് തുടച്ചെടുക്കാം. കണ്ടോ ഇത്രയും ക്ലീനാക്കി ഇട്ടിട്ടുണ്ട്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും നല്ലോണം വെളുത്ത് കിട്ടുമെന്ന്. കണ്ടോ, അപ്പം നമുക്ക് എത്ര പഴകിയ മിക്സി ആണെങ്കിലും ഈ മുട്ടത്തോട് കൊണ്ടൊക്കെ വൃത്തിയാക്കാൻ പറ്റും. ഇപ്പോൾ ആ തുണി നമുക്ക് കളയാൻ വേറൊരു തുണി വെച്ചൊന്ന് തുടച്ച് കൊടുക്കാം. അപ്പോൾ മുട്ടത്തോടിൻ്റെ പൊടികളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് പഴയ തുണി തന്നെ ആദ്യം എടുക്കാവുള്ളൂ, അല്ലെങ്കിൽ ടവലൊക്കെ നാശമാകും. അപ്പോൾ ആദ്യം ഇതേപോലെ തുടച്ച് കൊടുത്തതിന് ശേഷം പിന്നെ ഒരു തുണി വെച്ച് ഒന്നുകൂടെ നമുക്കൊന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ ഇതിനെല്ലാം ശേഷം നമ്മളൊന്ന് വെയിലത്ത് വെച്ച് ഒരു 10 മിനിറ്റ് നല്ല വെയിലുള്ള സ്ഥലത്ത് വെച്ചൊന്ന് ഉണക്കിയതിന് ശേഷം മാത്രമേ എടുക്കാവുള്ളൂ. കാരണം അകത്ത് നനവൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ഉണങ്ങി കിട്ടും. അപ്പോൾ നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പുതിയത് വൃത്തിയാക്കി എടുക്കുന്നതിനേക്കാളും പഴയത് ക്ലീൻ ചെയ്തെടുക്കുന്നതാണ് അതിൻ്റെ ഒരു സന്തോഷം. അപ്പോൾ കണ്ടോ ഭാവമെല്ലാം വെളുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് പഴക്കം ചെന്ന പാത്രങ്ങൾ, അപ്പോൾ ഞാനൊരു പാത്രവും കൂടെ കാണിക്കുന്നുണ്ട്. ഇതേപോലെ ഇരുമ്പ് ചട്ടി നമ്മൾ ഇതേപോലെ കരി പിടിച്ച് കിടക്കുന്ന പാത്രങ്ങൾ അതൊക്കെ മുട്ടത്തോടുണ്ടെങ്കിൽ നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ മിക്സി നല്ല ക്ലീൻ ആയിട്ടുണ്ട്. ഇനി ഒന്ന് വെയിലത്ത് വെച്ചൊന്ന് എടുത്താൽ മതി. ഇനിയിപ്പം നമുക്ക് അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ കുക്കറൊന്ന് കരിഞ്ഞ് പിടിച്ച്, അപ്പോൾ അതൊക്കെ പെട്ടെന്ന് തന്നെ മുട്ടത്തോട് വെച്ച് തന്നെ ഇതേപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാൻ അതിനകത്ത് സോപ്പ് പൊടി ഒന്നും ഉപയോഗിക്കുന്നില്ല, വെറും മുട്ടത്തോട് തന്നെ. മുട്ടത്തോട് നമുക്ക് പൊടിച്ച് വെച്ചാൽ ഇതുപോലെയുള്ള പാത്രങ്ങളൊക്കെ കരിഞ്ഞ് പിടിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് വൃത്തിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ലിക്വിഡ് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതൊക്കെ വെളുത്ത് കിട്ടിയിട്ടുണ്ട് പെട്ടെന്ന്. ഇനി നമുക്ക് ഞാൻ ഉപയോഗിക്കാതെ മാറ്റിയിട്ടൊരു ചട്ടിയാണ്, അടികരിഞ്ഞ ചട്ടിയാണ്. അപ്പോൾ ആ കരി നമുക്ക് പോകുന്നതെന്ന് നോക്കാം. ഈ മുട്ടത്തോട് വെച്ചൊക്കെ തേച്ചിട്ട് ഒന്ന് വെളുപ്പിച്ച് നോക്കാം. ഇതിപ്പോൾ കുക്കർ വെളുത്ത് കിട്ടിയിട്ടുണ്ട്. അത് വലിയ പ്രശ്നമില്ല, നമുക്ക് പഴയതൊക്കെ വെളുപ്പിച്ചെടുക്കുന്നതാണല്ലോ. അപ്പോൾ ഇത് ഒന്ന് തേച്ച് കൊടുക്കാം. വെളുക്കുന്നോ നോക്കാം. വലിയ ബലമൊന്നും കൊടുക്കുന്നില്ല,
ഞാനിങ്ങനെ ഒന്ന് തേച്ച് നോക്കുകയാണ് ഇത് വെച്ച് വെളുക്കുന്നുണ്ടോ എന്ന്. ഇപ്പം മുട്ടത്തോട് നമ്മൾ കറിയൊക്കെ വെച്ചിട്ട് വെറുതെ കളയല്ലേ, അപ്പോൾ ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. കണ്ടോ അതിൻ്റെ കരിയൊക്കെ ഇളകിപ്പോയിട്ടുണ്ട്. ഇപ്പോൾ നല്ല രീതിയിൽ വെളുത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഞാൻ തേച്ച് വെളുപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ചുകൂടെ തേച്ചാൽ പോകാനേ ഉള്ളൂ അത്. അപ്പോൾ ഇതും നിങ്ങൾ ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. പഴയ നമ്മൾ ഉപയോഗിക്കുന്ന ചട്ടി മാറ്റിയിട്ടിട്ടുണ്ടെങ്കിൽ ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഇനിയിപ്പം നമുക്ക് രാത്രി കിടക്കാൻ നേരം ഇതുപോലെ വാഷ് ബേസിനൊക്കെ ഒന്ന് വൃത്തിയാക്കി, പിന്നെ മറ്റേ സിങ്ക് ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം നമുക്കതിനകത്തോട്ട് കുറച്ച് വിനാഗിരിയും അതേപോലെ നമ്മളെ കയ്യിൽ നാരങ്ങാത്തോട് ഉണ്ടെങ്കിൽ അതും അതിനകത്തോട്ട് ഇട്ടിട്ട് ഒരു പാത്രം വെച്ച് അടച്ചു കൊടുക്കുക. നമുക്ക് രാവിലെ ആകുമ്പോഴത്തേനും അതിനകത്ത് പ്രാണി, പല്ലിയല്ലോ മറ്റേ ചെറിയ പാറ്റ, ഉറുമ്പ് ഇതെല്ലാം അതിനകത്തുനിന്ന് കയറി വരും. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ അങ്ങനെയുള്ളൊരു ശല്യമേ കാണത്തില്ല. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ ടിപ്സുകളൊന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.